ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള ഹിൽ പാലസിലാണ്. കണ്ടോളൂ, ഞങ്ങൾ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഇവിടെ വരണം, ഇവിടെ കാണണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് എറണാകുളം വരാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് എന്ത് ചെയ്തു, ഹിൽ പാലസ് കാണാൻ വന്നു. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് എത്ര അടി? 35. ഒരാൾക്ക് 35 രൂപയാണ്. പിന്നെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ +20 റുപ്പീസ്. മൈക്ക് എടുത്തില്ല. മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ക്യാമറയ്ക്ക് വേറെ ചാർജ് ആട്ടോ. അവിടെ വരുന്നവർക്ക് എടുക്കും. പിന്നെ വണ്ടി പാർക്കിങ്ങിന് വേറെ ചാർജ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് പാലസ്. ഏതായാലും കുറേ എടുത്തല്ല, അതിൻ്റെ എടുത്ത് ഇതാകട്ടെ. ഗൈസ്, ഇങ്ങോട്ട് നോക്ക്. ഇതിൻ്റെ പുറകിലെ വശമായിട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. റൗണ്ട് അടിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്നുള്ള ഒരു ഇതിലിങ്ങനെ നടക്കുക. നല്ലൊരു ആംബിയൻസ്, പൊളി. കണ്ട ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ലെഫ്റ്റത്തെ എൻ്റെ ഫ്രണ്ട് അത് നടന്നു വരുന്നു. അടിപൊളി കേട്ടോ. ഇതിൻ്റെ പുറകുവശമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയിട്ടില്ല. പുറക് ഫുള്ള് നടന്ന് കണ്ടിട്ട് കയറാമെന്ന് എന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. സൂം ചെയ്ത് കാണിച്ചത്. ഓടിത് പതുക്കെ വരുന്നു. വാ, ഇവിടെ ഒരു വലിയ നല്ല അടിപൊളി. ഇതെന്താണെന്നറിയില്ല, പക്ഷെ പുറമേന്ന് കണ്ടപ്പോൾ പോയി നോക്കുക. ശരി, ക്യാൻറ്റീനാട്ടോ ഗൈസ്. ഇതിനുള്ളിൽ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. കണ്ടോ, അവിടേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. പിന്നെ ഇവിടെ എന്തെല്ലോ ഉണ്ട്. മാൻ ഗൈസ്, ഇറങ്ങി നോക്കാം എന്താ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ മാനൊക്കെ ഇത് കണ്ട്. മാനുണ്ട് ഇവിടെ ഗൈസ്. ഇതേ മാൻ, ഒരുപാട് മാനുണ്ട് കേട്ടോ. അവിടെയൊക്കെ മാനുണ്ട്. ഇതേ ഇവിടെ എത്രയേ ഉള്ളൂ. പിന്നെ കാണാം ഇതിൻ്റെ ഇവിടെ കണ്ടോ ഗൈസ്, മാനുകളുണ്ട്. താഴേക്ക് ഇറങ്ങി വന്നത് ക്യാൻറ്റീൻ്റെ സൈഡിലോട്ട്. മാന് മാത്രമേ ഉള്ളൂ. ഞാൻ വിളിച്ചിട്ടോ ഉണ്ടല്ലേ, എൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ക്യാൻറ്റീൻ കണ്ടു. അവിടെ മാനിൻ്റെ കൂട്ടവും കണ്ടു. ഞങ്ങൾ തിരിച്ച് കയറി. ഇനി പാലസ് കാണാൻ കയറി. ഞങ്ങൾ ഇനി നേരെ പാലസ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം പാലസ് കണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നടക്കുക. വേറെ ഒന്നും ചിന്തിക്കണം.
കയറുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇരിക്കാനുള്ളൊക്കെ സ്ഥലം തോന്നുന്നു. നമ്മൾ പാലസിലോട്ട് കയറാം ഗൈസ്. അതിനുള്ളിലെത്തിയിട്ടുള്ള വീഡിയോ കാണിച്ചേ. ബൈ. അപ്പം ഞങ്ങൾ പാലസിൻ്റെ അടുത്തെത്തി ഗൈസ്. ATMോ? കല്ല്. മണിച്ചിത്രത്താഴ് ഹൈലൈറ്റ് അങ്ങേറ്റത്തെന്താ കാണുന്നത്? വീഡിയോ കാണാൻ നോക്ക്. ഒന്നും കാണാനില്ലേ തോന്നുന്നുണ്ട്. സമയം വേസ്റ്റ് ആവോ? അടിപൊളി. അപ്പുറത്ത് പോയിട്ട് ദൃശ്യമന്ദിരം. കൊള്ളാല്ലേ? ഉള്ളിലെ കുളം കാണിച്ചുതരാം. വിത്ത് നോ പെർമിഷൻ. ഓക്കെ, സുധീഷ് കുളിച്ചുകൊള്ളോ? ശരിക്കും ഇവിടെ കുളിച്ചിട്ടുണ്ടോ? അവിടെ വന്ന് കുളിക്കുമ്പോഴല്ലേ മോഹൻലാലിനടുത്ത്. ഒരു മുറി വന്ന് പാർത്തായ തോം തോം തോം. നിങ്ങളുടെയൊക്കെ നീ അങ്ങനെ ഞങ്ങൾ ആ വഴി ഇറങ്ങിക്കഴിഞ്ഞ് കുളം കണ്ട് കഴിഞ്ഞു. ഈ നേരെ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് വരാം. പാലസ് ഞാൻ നടക്കാം. ക്ലിയർ കുറവാ. ഇതിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയം കാണാൻ പോകും. കാണിച്ചില്ല. ഫോട്ടോ അലോഡാണോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും നോക്കാം. എന്താ
എൻട്രൻസ്. ആ അതൊക്കെ മറ്റേ സാധനം. ഗൈസ് ഞങ്ങളങ്ങനെ എൻട്രൻസിലോട്ട് കയറുകയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട് സൈഡാണ് ഞങ്ങളൊരു ജനൽ തുറക്കപ്പെടുത്തത് ഗൈസ്. ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ്. വീഡിയോ എടുക്കാത്തതിൻ്റെ എടുക്കും. ഇതിൻ്റെ ഉള്ളിലൊന്നും ഫോട്ടോ വീഡിയോസൊന്നും അലോഡ്. ഫോട്ടോ അലോഡാണ്, വീഡിയോസ് അലോഡല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ അവർ കാണാണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇവിടെ നല്ല ക്ലിയറില്ല. അവിടെയും കണ്ടിറങ്ങി ഗൈസ്. അടുത്ത സ്ഥലത്തോട്ട് നടക്കും. ഇവിടെ നല്ലതിൻ്റെ നടക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി. ഹിൽ പാലസിൻ്റെ പ്രഭാവം അടുത്ത രാജകീയ ആഭരണങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. വീട് ഒന്നും അതിൻ്റെ അലോഡല്ല. നല്ലൊരു ഇതെല്ലാം നമ്മൾ കണ്ട്. നമ്മൾ വേറെ ഗൈസ് ഞങ്ങളങ്ങനെ പാലസെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടു. ബാക്കി വീഡിയോസ് ഞങ്ങൾ വഴിയെ കാണിച്ചിരുന്നതായിരിക്കും ഗൈസ്. ഇതെന്തെങ്ങനെ വരുന്നു? ഓക്കെയാണോ? അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട്. പോവല്ലേ തുമ്മി? അവിടെ എന്താ? ഇതിലൂടെയാണോ? ഞങ്ങൾ പാലസെല്ലാം കണ്ട് തിരിച്ചു പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് ഒരു 5:30 ട്രെയിൻ ഉണ്ട്. നല്ല വ്യൂ കേട്ടോ, അടിപൊളി. നമ്മൾ ഊഞ്ഞാലടിയില്ല. അപ്പം ഞങ്ങൾ പാലസിനോട് വിട പറയുകയാണ്. ടാറ്റാ.